NM തോമസ് നെല്ലിവേലിൽ വാലേക്കളം ചെസ് ടൂർണമെന്റിൽ ഓപ്പൺ വിഭാഗത്തിൽ ലക്ഷ്മികാന്തും, അണ്ടർ 50 വിഭാഗത്തിൽ ഇഷാൻ നാരായണനും, അണ്ടർ 10 വിഭാഗത്തിൽ ഭാരതി സൂരജും ചാമ്പ്യന്മാരായി. പുളിങ്കുന്ന് സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന ടൂർണമെന്റിൽ 110ഓളം പേർ പങ്കെടുത്തു. ടൂർണമെന്റ് ഫാദർ ജോസുകുട്ടി കളത്തിൽ കോനാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള പൊന്നാനി URCയുടെ നേതൃത്വത്തിൽ ലൈഫ് 2024 ത്രിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊന്നാനി മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. കൊല്ലം ആനയടി കോട്ടപ്പുറത്ത് ഒമിനി വാനും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. അപകടത്തിൽ പാവുമ്പ സ്വദേശികളായ ഗോകുൽ, വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ണൂർ തലശ്ശേരിയിൽ 16കാരിയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയങ്ങാടി സ്വദേശി ഇസയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയങ്ങാടി വാദി ഹുദ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. അപകട കാരണം വ്യക്തമല്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. നറുക്കെടുപ്പിന് ശേഷം നിയുക്ത മേൽശാന്തി തന്ത്രി മഠത്തിലെത്തി അനുഗ്രഹം വാങ്ങി. 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്നതിന് ശേഷം 30-ന് രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി.